എന്നൊരു വറവാക്കുന്നുണ്ട്. നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ട്. നമ്മളെ കാവേരിക്കായ എല്ലാം മുറിച്ച് കഴിയുമ്പോൾ ഓർമ്മ വന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. ഇതിനൊന്നേ ബാക്കിയില്ല മുറിക്കാൻ. ഒരു വറവാക്കുന്നത് നമുക്ക് ഇത് മുറിച്ചിട്ട് ഞാൻ നിങ്ങൾ നല്ല ഇതുണ്ടാവും, കറിയുണ്ടാവും. ഇത് ഞാൻ കളയണമെന്നൊന്നുമില്ല, നിങ്ങളിങ്ങനെ കൈക്ക് പറ്റും. അങ്ങനെ കറി ഉണ്ടാവും. ഇതിനുണ്ടല്ലോ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ട് അതിലിട്ടാൽ മതി. ഇതുണ്ടോ, ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ മാത്രം കളറല്ല, നല്ല എന്താണ് ഇതിൻ്റെ ചവറെല്ലാം ഉണ്ടായിരുന്നു. ചവറുണ്ട് ഇതിൽ കറിയാലേക്ക് അതുണ്ടല്ലേ കളഞ്ഞിട്ട് വറവിലിടാം. ഒന്ന് കഴുകിയിട്ട് ആക്കിയിട്ട് കാണിക്കായി. കാവേരിക്കായ ഇതെല്ലാം വൃത്തി കഴുകിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് തീയുമാക്കി സ്റ്റവ് കത്തിച്ചത്. ഇത് വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചാണ്. ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, തേങ്ങയുണ്ട് കുറച്ച്. നമുക്കത് വറവാക്കാം. എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ കടുവൊക്കെ എണ്ണ ചൂടായി കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി ചേർക്കാൻ ഉള്ളിയൊന്ന് വാടകയൊക്കെ നമുക്ക് ബാക്കിയുള്ള ഇട്ട് കൊടുക്കൽ. ഉഴുന്ന് ഇടയിൽ ഇട്ട് കൊടുക്കാം. ചെറിയ തേങ്ങയും കൂടെ പെല്ലിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് കായിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം വേവൊന്നുമില്ല, ഇനി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. വെള്ളം കുറച്ച് വെള്ളമേ വേണ്ടുള്ളൂ. ഇളക്കിയൊന്ന് യോജിപ്പിച്ചാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കല്ലുപ്പാടിങ്ങനെ ഒന്ന് ചൂട് വരട്ടെ. നമുക്ക് വെള്ളമൊഴിക്കാം. കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാൻ, കുറച്ചേ വേണ്ട. ഇത്ര വേണ്ട. ഒന്ന് തിളക്കുമ്പോൾ ഇളക്കിയിട്ട് അത് മൂടി കൊടുക്കുക. വേറൊന്നും വേണ്ട, ഇനി ഇളക്കി വാങ്ങിയേ വേണ്ട. വെള്ളം വറ്റുമ്പോൾ ഇളക്കി വാങ്ങിയേ വേണ്ട. തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിളക്കിയിട്ട് മൂടി വെക്കാം. നമുക്ക് ഇത് വേകുന്ന സമയത്ത് നമുക്ക് കാവേരി കോല നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ. ഒന്ന് വേണ്ട കാവേരി കോല വേണ്ട, രണ്ടെണ്ണം അതവിടെ വെയിലുണ്ട്, അതുകൊണ്ട് കാണാൻ അറിയില്ല. അല്ല ഒന്ന് ഇപ്പുറത്തുണ്ട്,
അടിയുണ്ട്. ഇതാണ് കാവേരിക്കുളം. ഇതെല്ലാം ഞാൻ ചിക്കിയത്. അപ്പുറം കുറച്ച് ആയതുണ്ടായിന്, അത് നമ്മൾ ചിക്കി കഴിയാനായത് ഇതാണ്ടല്ലോ. ഒന്നുകൂടെ കുറച്ചും കൂടെ ആവണം ഇത് ചിക്കണമെങ്കിൽ. എപ്പോഴും പക്ഷികളുണ്ട, പക്ഷികളുണ്ട എപ്പോഴും ഇവരൊച്ചയാണ്, ഒച്ചപ്പാടുക. പലതരം പക്ഷിയുണ്ടതാ, എല്ലാ കിളികളതാണ്ട കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. ചെമ്പോത്ത്, ഒലഞ്ഞാരി, കരിയാക്ക, മറ്റേ കിളികളും എല്ലാം ഉണ്ട്. കാണുന്നില്ല എല്ലാവർക്കും? എപ്പോഴും ഇവരെ ഒച്ചയില്ലാണ്ടില്ല. അങ്ങ് അപ്പുറത്ത് കാണുന്നുണ്ട് മാവ്, ഒരു പുളിയ മാവ് പൂത്തിട്ട് നിറയെ പൂത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഒച്ചയില്ലാണ്ടില്ല ഒരു ദിവസം പോലും ഉണ്ടാ. രാത്രി അന്ന് വരെ ഉണ്ടാവും. അതൊന്നും തൂതണ്ട, ഇത്രയും ചൂട് അവയുണ്ട്. നന്നായിട്ട് നല്ല മണം. ഇത്രേ പണിയില്ലേ. നമ്മളെ കാവേരിക്കായ് വറവ് തയ്യാറായണ്ടല്ലേ. ശരിക്കും വരട്ടിക്കൊട്ടത് എന്തൊരു രുചിയാണെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കായ് വറുത്താൽ അതിൻ്റെ രുചിയേ അല്ല ഇന്ന്. കായ് വറുത്താൽ നമുക്ക് വേഗം മടുക്കൂലേ, ഇതങ്ങനെ മടുക്കുന്നതല്ല. ടാങ്കീൻ്റെ മുകളിൽ നിന്ന് മാറ്റിയുണ്ടാകാം. ഇവിടെ മുളക് തൈ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വേണ്ട ടാങ്കി അതാ ഉന്തി അങ്ങോട്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവച്ചാൽ വേസ്റ്റ് വെള്ളം വീഴുന്നേ. ഇനി എന്തെങ്കിലും എടുത്ത് കൊണ്ടുവച്ചാൽ ഇത് പറങ്കിയെല്ലാം ഇടുന്നതിനെ പറിക്കാല ദൂരം പോകാണ്ട്. കഞ്ഞിവെള്ളമെല്ലാം കുടഞ്ഞിനേന് ഇല ചുരുണ്ട് പോലായി. അതാണ്ടല്ലേ എല്ലാം വെള്ളിച്ച വരുന്നതായിട്ട് പൂക്കലായി. ആ കിഴക്കോട്ട് കണ്ട കണ്ടം കാണുന്നുണ്ട, ഇതിൻ്റെ ഇടക്കേ കണ്ട തോടും കണ്ടാലും അങ്ങനെ കാണുന്നു, എൻ്റെ ഉള്ളേ കാണുന്നു. നമ്മുടെ കാവേരിക്കായ് വറവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും കാണുകേട്ടോ, അതുപോലെ വെക്കാൻ നോക്കണം. കണ്ണട വെക്കാനേ ആവില്ല എനിക്ക്, കണ്ണിങ്ങനെ ചൂട് വരുമ്പോലെ വരുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം വെച്ചാൽ പിന്നെ എടുക്കും. പുതിയ കണ്ണട ആയിട്ടില്ല, 3 ആഴ്ച കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞത്. എനിക്ക് വേണം കണ്ണട വെച്ചാൽ അക്ഷരമെല്ലാം തെളിയതും. ഇപ്പോൾ വലിയ അക്ഷരമെല്ലാം കാണും, മറ്റു പ്രശ്നമൊന്നുമില്ല. പൊതുവെ എനിക്ക് കാഴ്ച കുറവല്ലേ, ആ കാഴ്ചയിലുണ്ടാവില്ല എന്തായാലും. ഇനിയിപ്പോൾ കണ്ണട വെച്ചാൽ ചെറിയ അക്ഷരമെല്ലാം കാണും. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പിന്നെ പുളിശ്ശേരി ഉണ്ട്, കപ്പക്ക പുളിശ്ശേരി ഉണ്ട്. ഇന്നത്തെ കറി ഇതാണ്, മീനൊന്നുമില്ല ഇന്ന്.